ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പീരയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ വീഡിയോ നോക്കി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ചെമ്മീൻ പീര ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ സൈസിലുള്ള ചെമ്മീനാണ്. വലിയ ചെമ്മീനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ചെമ്മീൻ പീര ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ എടുക്കുമ്പോൾ ചെറിയ സൈസിലുള്ള ചെമ്മീൻ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്. അത് ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചെമ്മീൻ പീരക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. 4 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇനി വേണ്ടത് കുടംപുളിയാണ്. 1 കഷ്ണം കുടംപുളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഒരു മൺചട്ടിയിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ആ വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെമ്മീൻ പീരയും നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഇരടി യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ തട്ടി പൊത്തി വെക്കണം. വെള്ളം കൂടി പോകരുത്. ഈ പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചെമ്മീൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചട്ടി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ചട്ടി സ്റ്റൗവിൽ വെച്ച് ചെമ്മീൻ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ചട്ടിയുടെ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചട്ടി മൂടി വെച്ച് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീനിലുള്ള വെള്ളമെല്ലാം ഇനി നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചട്ടി ഫുള്ളായിട്ട് മൂടാതെ മൂടി കൊണ്ട് ഒരു പകുതി ഭാഗം മൂടി വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം. ചെമ്മീനിലുള്ള വെള്ളമെല്ലാം നല്ലപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. നമുക്ക് മൂടി വെക്കാതെ ചട്ടി തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ചെമ്മീനിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. ഈ പരുവത്തിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെമ്മീൻ പീര ഇതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി മൂടി വെച്ച് മൂടരുത്. മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടിയിൽ നല്ല വെള്ളമെല്ലാം വീണ് ചെമ്മീൻ പീരയിൽ വീണ്ടും വെള്ളമയം വരും. അപ്പോൾ നമ്മൾ തണുക്കുന്നത് വരെ കുറച്ച് സമയം ചട്ടി തുറന്നു വെക്കുകയോ അല്ലെങ്കിൽ നെറ്റുള്ള ഒരു ബാസ്ക്കറ്റ് വെച്ച് മൂടി വെക്കുകയോ ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക.
വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്